ഹലോ ഓൾ, മൈസെൽഫ് ഇർഫാന പി എം. ഞാനിന്ന് എടുക്കാൻ പോകുന്നത് ഇൻകം ടാക്സിലെ പ്രൊസീജിയർ ഫോർ അസസ്മെൻറ്റ് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഫോർ ഫയലിംഗ് റിട്ടേൺ എന്ന ഭാഗത്തു കൂടെയാണ്. അപ്പോൾ പ്രൊസീജിയർ ഫോർ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ടു അസസ് ദ ഇൻകം ഓഫ് ദ അസസി, ഒരു അസസിയുടെ ഇൻകം അസസ് ചെയ്യാനാണ് അസസ്മെൻറ്റ് ഓഫ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അയാളുടെ ഇൻകം റിട്ടേൺ ചെയ്തത് കറക്റ്റാണോ, അയാളുടെ ടാക്സൊക്കെ കറക്റ്റാണോ എന്ന് നോക്കി നമ്മളൊരു അസസ്മെൻറ്റ് നടത്തും. ടു ഡിസൈഡ് ദ ഇൻകം ഓഫ് ദ അസസി ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ ഓൺ ഫയൽ. അയാളുടെ ഇൻകം അസസ് ചെയ്യുന്നത് റിട്ടേൺ ഓൺ ദ ഫയൽ. അയാൾ ഒരു ഫയൽ റിട്ടേൺ ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻ വെച്ചായിരിക്കും അസസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മളൊരു സെൽഫ് അസസ്മെൻറ്റ്, സെൽഫ് ജഡ്ജ്മെൻ്റ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് കുറച്ച് ഒബ്ലിഗേഷൻസ്, കുറച്ച് പ്രൊവിഷൻസ് പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ചില എപ്പോഴാണ് അസസ്മെൻറ്റ് നടത്തേണ്ടത്, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മാൻഡേറ്ററി ആയിട്ട് നോക്കേണ്ടത്, എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് നോക്കേണ്ടത്, ആർക്കൊക്കെയാണ് അസസ്മെൻറ്റ്, എപ്പോഴൊക്കെയാണ്, ഏത് ടൈമിലാണ്, ഡ്യൂറേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒബ്ലിഗേഷൻ, സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഫോർ ഫയലിംഗ് റിട്ടേൺ എന്ന ഭാഗത്ത് വരുന്നത്. ഫസ്റ്റ് നമുക്കറിയാം ഡ്യൂ ഡേറ്റ്സ് ആണ്. നമ്മൾ ഇൻകം അസസ്മെൻറ്റ്സ് നടത്തുമ്പം അതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്തായാലും നമ്മൾ നോക്കിയിരിക്കണം. ഫോർ അസസ്മെൻറ്റ് ഇയർ 2020-21 2020-21 അസസ്മെൻറ്റ് ഇയറിലെ ഡ്യൂ ഡേറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻസും ഡ്യൂ ഡേറ്റ്സും കൊടുത്തിരിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഇൻ്റർനാഷണൽ ലെവലാണെങ്കിൽ വേർ ദ അസസി ഈസ് റിക്വയർഡ് ടു സബ്മിറ്റ് എ റിപ്പോർട്ട് പെർട്ടൈനിങ് ടു ഇൻ്റർനാഷണൽ ഓർ സ്പെസിഫൈഡ് ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ. അപ്പം ഒരു ഇൻ്റർനാഷണൽ ലെവൽ ബിസിനസ് ഒക്കെ ആണ് നടത്തുന്നതെങ്കിൽ നമുക്കറിയാം അസസി റിക്വയർഡ് ടു സബ്മിറ്റ് എ റിപ്പോർട്ട് പെർട്ടൈനിങ് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് November 30 ഓഫ് അസസ്മെൻറ്റ് ഇയറിലെ November 13 അതിൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത്. പിന്നെ സെക്കൻഡ് വൺ കമ്പനീൻ്റെ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, September 13 അസസ്മെൻറ്റ് ഇയറിലെ September 13 വരുന്നത്. പിന്നെ തേർഡ് വൺ അതർ ദാൻ കമ്പനി അല്ലാത്തത് where the accounts of the SSC are required to be audited under any law. നമ്മളെ അക്കൗണ്ട്സൊക്കെ അസസ് ചെയ്തത് ഓഡിറ്റ് അനുസരിച്ചാണെങ്കിലും, പിന്നെ SSC is a working partner whose accounts are required to be audited July 31 of assessment year. അപ്പം അതെന്താ കമ്പനീൻ്റെ ബേസിൽ ഓഡിറ്റ് നടക്കുന്നതും പിന്നെ പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ട്സൊക്കെ ഓഡിറ്റ് ചെയ്യുന്നത് കൊണ്ടും അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഡ്യൂ ഡേറ്റ്സ് എന്ന് പറയുന്നത് September 13 ഓഫ് അസസ്മെൻറ്റ് ഇയറിലെ 13 സെപ്റ്റംബറിലാണ് അതിൻ്റെ ഡ്യൂ ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി എനി അതർ കേസസ്, ഈ കമ്പനിയും ഇൻ്റർനാഷണലും അല്ലാത്ത വേറെ കേസസിലൊക്കെ ആണെങ്കിൽ സെയിം July 31 ഓഫ് അസസ്മെൻറ്റ് ഇയർ, July 31 ആയിരിക്കും ഇതിൻ്റെ ഡ്യൂ ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് ദ ഡേറ്റ് ഓഫ് ഫയലിംഗ് ദ റിട്ടേൺ ഈസ് എ ഹോളിഡേ, ദെൻ ദ നെക്സ്റ്റ് വർക്കിംഗ് ഡേ ഷാൾ ബി ഡീംഡ് ടു ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ. ഇനി നമ്മൾ റിട്ടേൺ ചെയ്യുന്ന ഫയൽ ഒരു ഹോളിഡേ ഡേറ്റിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ അത് ഹോളിഡേ ആണെങ്കിൽ നെക്സ്റ്റ് വർക്കിംഗ് ഡേ അതിൻ്റെ ഡ്യൂ ഡേറ്റ് ആണ് എന്നാണ് പറയുന്നത്. ഫയൽ റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വർക്കിംഗ് ഡേ ആയിരിക്കും. ഈ ഒബ്ലിഗേഷൻ എന്ന് പറയുമ്പോൾ ഒരു 6 ഒബ്ലിഗേഷനായിട്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഡ്യൂ ഡേറ്റ്സ് പറഞ്ഞു. ഇനി സെക്കൻഡ് വൺ പറയുന്നത് ഫോംസ് ആണ്. അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ നമുക്ക് കുറച്ച് ഫോംസ് ഉണ്ട്. അതായത് ഓരോരുത്തർക്കും ഓരോ കാറ്റഗറിയിലുള്ള ഫോംസ് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. ITR 1 ആണ്, ഇൻകം ടാക്സ് റിട്ടേൺ 1. സഹജ് എന്നാണ് ഓരോരു പേര്. അപ്പോൾ അതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ്, സാലറി പ്ലസ് 1 ഹൗസ് പ്രോപ്പർട്ടി പ്ലസ് ഇൻകം ഫ്രം അതർ സോഴ്സസ്, നോ ലോട്ടറി ഓർ ഹൗസ് റൈസ് ഇൻകം. അതായത് സാലറി പറ്റും, ഹൗസ് പ്രോപ്പർട്ടി പറ്റും, അതും 1 ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഇൻകം ഫ്രം അതർ സോഴ്സസ് അതെല്ലാം പറ്റും. പക്ഷേ നോ ലോട്ടറി ഓർ ഹൗസ് റൈസ് ഇൻകം, അതായത് ലോട്ടറിന്നോ ഹൗസ് റൈസ് ഇൻകത്തിൽ നിന്നുള്ള അവർക്കൊന്നും പറ്റില്ല.
സാലറി, വൺ ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം അതർ സോഴ്സിൽ എല്ലാവർക്കും ഈ ITR 1 ചാർജ് എന്ന കാറ്റഗറി ആയിരിക്കും പറ്റുക. ഇനി സെക്കൻഡ് വൺ പറയുന്നത് ITR 2 ആണ്. ITR 2ൽ ഇൻഡിവിജ്വൽസ് ആൻഡ് HUF ആണ് പറയുന്നത്. അപ്പോൾ നോ ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം, അത് തന്നെ നോ ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം, പ്രൊഫഷണൽ ഇൻകത്തിന് ബിസിനസ്സിനുള്ളവർക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. ദെൻ ITR 3ൽ പറയുന്നത് ഇൻഡിവിജ്വൽസ് ആൻഡ് HUF, അതിൽ പാർട്ട്നേഴ്സ് ഇൻ ഫേംസ് ആൻഡ് ഹാവിങ് ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം. ഫേംസിലെ പാർട്ട്നേഴ്സിലെ ബിസിനസ്സിലും പ്രൊഫഷണൽ ഇൻകം ഉള്ളവർക്കാണ് ITR 3 പറയുന്നത്. ഇനി ITR 4 പറയുകയാണെങ്കിൽ 4ന് വേറൊരു പേരാണ് സുഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇൻഡിവിജ്വൽസ് ആൻഡ് HUF ഓർ റെസിഡൻറ്റ് ഫേംസ്, ഇൻകം ഫ്രം പ്രൊപ്രൈറ്ററി ബിസിനസ് ഓർ പ്രൊഫഷൻ ആൻഡ്, അതായത് ഈ പ്രൊപ്രൈറ്ററി ബിസിനസ്സിൽ പ്രൊഫഷണൽ ഇൻകത്തിൽ നിന്നൊക്കെ വരുന്ന ഇൻകത്തിനെയാണ് നമ്മൾ ITR 4 സുഗം എന്നുള്ള ഫോംസ് യൂസ് ചെയ്യുന്നത്. ഇനി ITR 5ൽ വരുന്നത് ഫേംസ് AOP BOP എന്ന് വരുന്ന കാറ്റഗറിയാണ്. ഇനി ITR 6ൽ വരുന്നത് കമ്പനീസ് ആണ് വരുന്നത്. അപ്പോൾ ഫോർ കമ്പനീസ് അതർ ദാൻ കമ്പനീസ് ക്ലൈമിങ് എക്സെപ്ഷൻ അണ്ടർ സെക്ഷൻ 11, അണ്ടർ സെക്ഷൻ 11ൽ വരുന്നത് എക്സെപ്ഷൻ ക്ലൈം ചെയ്ത് ബാക്കി എല്ലാ കമ്പനീസിനും ITR 6 ആണ് ഫോം ചെയ്യുന്നത്. ഇനി ITR 7ൽ വരുന്നത് പേഴ്സൺ ഇൻക്ലൂഡിങ് കമ്പനീസ് റെക്കോർഡിംഗ് ടു ഫർണിഷ് റിട്ടേൺ അണ്ടർ സെക്ഷൻ 139(4)A, അതായത് കമ്പനീസിലെ പേഴ്സൺ ഇൻക്ലൂഡിങ് കമ്പനീസിലാണ് വരുന്നത്. അപ്പോൾ അതിൽ ഫർണിഷിംഗ് റിട്ടേൺ സെക്ഷനിൽ അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കാറ്റഗറിക്കാണ് ITR 7 വരുന്നത്. ഇനി ലാസ്റ്റ് വൺ വരുന്നത് ഇലക്ട്രോണിക്കലി ആണ്. വേർ ദ ഡാറ്റ ഓഫ് ദ റിട്ടേൺ ഇസ് ITR 1, 2, 3, 4 and 5 ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോണിക്കലി വിതൗട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ. അതായത് ഇലക്ട്രോണിക്കലി ഫോമാണ് ലാസ്റ്റ് വരുന്നത്. അതിൽ ITR 1, 2, 3, 5 ഒക്കെ എന്താണ് ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് ചെയ്യും, പക്ഷേ അതിൻ്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സെക്കൻഡ് കാറ്റഗറി ഫോംസിൽ വരുന്നത്, സെക്കൻഡ് കാറ്റഗറി ആപ്ലിക്കേഷൻ ഫോംസിൽ വരുന്നത്. ഇനി തേർഡ് കാറ്റഗറി എന്താണെന്ന് നോക്കാം. തേർഡ് കാറ്റഗറിയിൽ വരുന്നത് മോഡ്സ് ഓഫ് സബ്മിഷൻ ഓഫ് റിട്ടേൺസ്. ഏതൊക്കെ മോഡ്സിലാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതെന്നാണ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ 3 കോളായിട്ടുള്ളത് പേഴ്സൺ, കണ്ടീഷൻ, മോഡ് ഓഫ് ഫർണിഷിംഗ് റിട്ടേൺ. അപ്പം പേഴ്സൺസിൽ ഫസ്റ്റ് വൺ ഇൻഡിവിജ്വൽ ഓർ HUF. കണ്ടീഷൻ എന്ന് പറയുന്നത് ഓഡിറ്റർ ഒരു സെക്ഷനാണ് പറയുന്നത്. അപ്പം അതിൻ്റെ മോഡ്സ് ഓഫ് ഫർണിഷിംഗ് റിട്ടേൺ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്കലി വിത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ. അപ്പോൾ ഏതൊക്കെ മോഡിലാണ്, അത് ഇലക്ട്രോണിക്കലാണോ പേപ്പർ വർക്കാണോ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ ഓർ HUFസിൽ വരുന്നത് ഇലക്ട്രോണിക്കലി വിത്ത് ഡിജിറ്റൽ സിഗ്നേച്ചറാണ്. അപ്പോൾ അങ്ങനെയാണ് അവർ റിട്ടേൺ ഓൺ ഫയൽ ചെയ്യേണ്ടത്. അത് തന്നെ ഫസ്റ്റ് 1, 2, 3 എന്ന് പറഞ്ഞത്, അതായത് അക്കൗണ്ട്സ് നോട്ട് റിക്വയർഡ് ടു ബി ഓഡിറ്റഡ് അണ്ടർ സെക്ഷൻ 44AB, ടോട്ടൽ ഇൻകം എക്സീഡ് 5 lakh ഓർ എനി റീഫണ്ട് ഈസ് ക്ലൈംഡ്. അതായത് ടോട്ടൽ ഇൻകം 5 lakh എക്സീഡ് ചെയ്യുകയാണെങ്കിൽ അപ്പം ഇലക്ട്രോണിക്കലി ആണ് നമ്മൾ റിട്ടേൺ ഓൺ ഫയൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി അതർ കേസസിലും ഇലക്ട്രോണിക്കലി തന്നെയാണ്. ഇലക്ട്രോണിക്കലി അണ്ടർ ഡിജിറ്റൽ സിഗ്നേച്ചർ ഓർ ട്രാൻസ്മിറ്റിംഗ് ദ ഡാറ്റ ഇലക്ട്രോണിക്കലി. അപ്പം നമ്മൾ പേപ്പർ മോഡിലൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇലക്ട്രോണിക്കലി വിത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ വഴിയാണ് നമ്മുടെ റിട്ടേൺ ഓൺ ഫയൽ ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ ഇലക്ട്രോണിക്കൽ വെരിഫിക്കേഷൻ കോഡും റിക്വയർഡ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി കമ്പനിയുടെ കേസിൽ വരികയാണെങ്കിൽ, കമ്പനിയുടെ കേസിൽ ഇലക്ട്രോണിക്കലി ഓർ പേപ്പർ ഫോമാറ്റ് എനി കമ്പനി വിത്ത് ഇലക്ട്രോണിക്കലി വിത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ ഇലക്ട്രോണിക്കലിയും ചെയ്യാം, പേപ്പർ വർക്കിലും ചെയ്യാം. അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. പൊളിറ്റിക്കൽ പാർട്ടിയിൽ പറഞ്ഞാലും സെയിം കേസ് തന്നെയാണ്. ഇലക്ട്രോണിക്കലിയും ചെയ്യാം, നമുക്ക് പേപ്പർ വർക്കായിട്ടും ചെയ്യാം, റിട്ടേൺ ഓൺ ഫയൽ സബ്മിറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് തേർഡ് കാറ്റഗറിയിലെ മോഡ്സ് ഓഫ് സബ്മിഷൻ റിട്ടേണിൽ വരുന്നത്. ഈ ഫോർത്ത് കാറ്റഗറിയിൽ വെരിഫിക്കേഷൻ ഓഫ് റിട്ടേൺ സെക്ഷൻ 140 ആണ് വരുന്നത്. അപ്പം ഏത് പേഴ്സൺ വെരിഫൈ ചെയ്യാനുള്ളൊരു റിട്ടേൺ ആണ്. അത് സെക്ഷൻ 140 പറയുന്നത് വെരിഫിക്കേഷൻ ഓൺ റിട്ടേൺ നമുക്ക് അത് വെരിഫൈ ചെയ്യുന്നത് ഏത് പേഴ്സൺസ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ഏതൊക്കെ SSC നോക്കാം. SSCയിൽ വരുന്നത് ഇൻഡിവിജ്വൽ വരുന്നുണ്ട്, കമ്പനി വരുന്നുണ്ട്, HUF വരുന്നുണ്ട്, ഫോം വരുന്നുണ്ട്,
ലോക്കൽ അതോറിറ്റി, പൊളിറ്റിക്കൽ പാർട്ടി വരുന്നുണ്ട്. അപ്പം ഫസ്റ്റ് വൺ SSCയിൽ ഇൻഡിവിജ്വലിൻ്റെ പേഴ്സൺ വെരിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ഓർ ഓതറൈസ്ഡ് പേഴ്സൺ ഓർ ഗാർഡിയൻ ഓർ കോമ്പിറ്റൻറ്റ് പേഴ്സൺ. ഓക്കെ, അതായത് അവിടെ വെരിഫൈ ചെയ്യാൻ ഇൻഡിവിജ്വൽ ഓർ ഓതറൈസ്ഡ് പേഴ്സൺ, ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ ആവാം, ഒരു ഗാർഡിയൻ ആവാം, അല്ലെങ്കിൽ കോമ്പിറ്റൻറ്റ് പേഴ്സൺ, ഏതെങ്കിലും ഒരു കോമ്പിറ്റൻറ്റ് പേഴ്സണായിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാം. ഇനി കമ്പനീൻ്റെ കേസിൽ വരികയാണെങ്കിൽ മാനേജിങ് ഡയറക്ടർ ഓർ ഡയറക്ടർ, ആ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറോ അല്ലെങ്കിൽ ഡയറക്ടറോ നമുക്ക് വെരിഫൈ ചെയ്യാം. പിന്നെ HUFൻ്റെ കേസിൽ വരികയാണെങ്കിൽ കർത്താർ അഡൾട്ട് മെമ്പർ. HUF നമുക്കറിയാം ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ ഏറ്റവും എൽഡർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മാനേജ് ചെയ്യുന്നത് ആളെ വിളിക്കുന്നതാണ് കർത്ത. അപ്പോൾ അവർക്കോ അല്ലെങ്കിൽ അഡൾട്ട് മെമ്പർ, ഒരു അഡൾട്ടായിട്ടുള്ള മെമ്പറിനോ പേഴ്സൺസ് വെരിഫൈ ചെയ്യാമെന്നാണ് പറയുന്നത്. റിട്ടേൺ ഓൺ ഫയൽ വെരിഫൈ ചെയ്യാം. ഇനി ലോക്കൽ അതോറിറ്റി കേസിൽ വരുമ്പം പ്രിൻസിപ്പൽ ഓഫീസർ, അവിടെ ലോക്കൽ അതോറിറ്റിയിൽ വെരിഫൈ ചെയ്യാനുള്ള ആപ്റ്റായിട്ടുള്ള ആളെന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഓഫീസറാണ്. ഇനി പൊളിറ്റിക്കൽ പാർട്ടിയിൽ വരുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അവർക്കാണ് വെരിഫൈ ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത്. അപ്പോൾ ഫോർത്ത് വൺ നമ്മൾ പറഞ്ഞു, ഫോർത്ത് വൺ ഒബ്ലിഗേഷൻ പറഞ്ഞു. ഇനി ഫിഫ്ത്ത് വൺ ഈസ് എ ഫയലിംഗ് ഓഫ് റിട്ടേൺ ഇൻ ഇലക്ട്രോണിക്കൽ ഫോം, സെക്ഷൻ 139D. അപ്പോൾ നമ്മൾ റിട്ടേൺ ഓൺ ഫയൽ ഇലക്ട്രോണിക്കൽ ഫോം ചെയ്യുമ്പോൾ ദ ബോർഡ് മേക്ക് റൂൾസ് ഇൻ ദിസ് റിഗാർഡ്. അപ്പോൾ കുറച്ച് റൂൾസ് കാര്യങ്ങൾ, ദ ക്ലാസ് ഓഫ് പേഴ്സൺ, ആ പേഴ്സൻ്റെ ക്ലാസ്, ദ ഫോം ഓഫ് ദ മാനർ, ഏത് ഫോമിലാണ് അത് അയാൾ സബ്മിറ്റ് ചെയ്യുന്നത്, ദ ഡോക്യുമെൻറ്റ് ടു ബി ഫർണിച്ചഡ്, അതായത് എങ്ങനത്തെ ഡോക്യുമെൻ്റ് ആയിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ബോർഡ് നോക്കണം എന്നാണ് പറയുന്നത്. ദ കമ്പ്യൂട്ടർ റിസോഴ്സസ് ദ റിട്ടേൺ ഇൻ ഇലക്ട്രോണിക് ഫോം മേ ബി ട്രാൻസ്മിറ്റഡ്. റിസോഴ്സസ്, അതായത് കമ്പ്യൂട്ടർ റിസോഴ്സിൻ്റെ ഇലക്ട്രോണിക് ഫോം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം ഫിഫ്ത്ത് വണ്ണിൽ നമ്മൾ പറഞ്ഞു ഫയലിംഗ് ഓഫ് റിട്ടേൺ ഇലക്ട്രോണിക്കൽ ഫോം, അത് ഇലക്ട്രോണിക്കൽ ഫോമിൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ആ റോൾസ്, അതായത് ആ ബോർഡ് കുറച്ച് റോൾസൊക്കെ സെറ്റ് ചെയ്യുക. അതെന്ന് വെച്ചാൽ ദ ക്ലാസ് ഓഫ് പേഴ്സൻ്റെ ക്ലാസ് ഏതാണ്, ദ ഫോം ഓഫ് ദ മാനർ, ഏത് മാനറിലായിരിക്കും അയാൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, ദ ഡോക്യുമെൻറ്റ്, ആ ഡോക്യുമെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സിക്സ്ത് വൺ ഒബ്ലിഗേഷൻ പറയുന്നത് ഫയലിംഗ് ഓഫ് റിട്ടേൺ ത്രൂ ടാക്സ് റിട്ടേൺ പ്രിപ്പയർസ്, അതായത് നമുക്കറിയാം ടാക്സ് റിട്ടേൺ പേപ്പർ എന്ന് പറയും TRP എന്ന് പറഞ്ഞാൽ ടാക്സ് റിട്ടേൺ പേപ്പർ. മേ ബി ആൻ ഇൻഡിവിജ്വൽ ഹു ഹാസ് ബീൻ ഓതറൈസ്ഡ് ടു ആക്ട് ആസ് എ TRP എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ അതൊരു ഓതറൈസ്ഡ് പേഴ്സൺ ആയിരിക്കാം. ടാക്സ് റിട്ടേൺ പേപ്പറിനെയാണ് നമ്മൾക്ക് ആ കൈകാര്യം ചെയ്യുന്ന ആൾ ആണ് നമുക്ക് ടാക്സ് റിട്ടേൺ പേപ്പർ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പം അതിനെന്ന് വെച്ചാൽ TRPൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ്, എങ്ങനെയൊക്കെ ആവണം TRP ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറച്ച് മാനേഴ്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എഡ്യൂക്കേഷണൽ ആൻഡ് അതർ ക്വാളിഫിക്കേഷൻ ഓഫ് TRP അത് അതോറിറ്റിൻ്റെ ആരാണോ ചെയ്യുന്നത് അയാളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നോളജ്, അങ്ങനത്തെ സ്കിൽ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സെക്കൻഡ് വൺ ട്രെയിനിങ് ആൻഡ് അതർ കണ്ടീഷൻസ്, അയാളുടെ ട്രെയിനിങ് കാര്യങ്ങൾ, നല്ല ട്രെയിനിങ്ങിൽ ഉള്ള ആളാണോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടീഷൻസൊക്കെയാണ് നോക്കുന്നത്. ദെൻ തേർഡ് വൺ ദ പീരീഡ് ഫോർ വിച്ച് TRP ഈസ് ഓതോറൈസേഷൻ, അയാളുടെ TRP ഓതോറൈസേഷൻ്റെ പീരിയഡ്സാണ് നോക്കുന്നത്, എത്ര പീരീഡ്സിൽ അയാൾ ഡ്യൂറേഷൻ എടുത്തിട്ടുണ്ടെന്ന് നോക്കുന്നത്. പിന്നെ കോഡ് ഓഫ് കണ്ടക്റ്റ് നമുക്കറിയാം, എല്ലാത്തിനും ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ടാവണം, എല്ലാത്തിനും ഒരു ഇൻ്റഗ്രേഷൻ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ദെൻ ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് ദ TRP, അതിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് TRPയിലൊക്കെ സെറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ മാനർ ഓഫ് വിത്ഡ്രാവൽ ഓതറൈസേഷൻ, വിത്ഡ്രാവൽ ചെയ്യേണ്ട മാനേഴ്സ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ദ TRP ഷോൾ അസിസ്റ്റ് ദ പേഴ്സൺസ് ഫർണിഷിംഗ് ദ റിട്ടേൺ. TRP മെയിനായിട്ട് അസിസ്റ്റ് ചെയ്തത് നമ്മളെ പേഴ്സൺ ഫർണിഷിംഗ് ദ റിട്ടേൺ, ഫയൽ റിട്ടേൺ ഫർണിഷിംഗ് ചെയ്യാനായിരിക്കും. ആൾസോ അഫിക്സ് ഹിസ് സിഗ്നേച്ചർ ഓൺ സച്ച് റിട്ടേൺ, അയാളുടെ സിഗ്നേച്ചർ ഫിക്സ് ചെയ്യാനും ഈ TRP അസിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്.
ദെൻ നമുക്ക് ലാസ്റ്റ് വണ്ണാണ് ഇൻട്രസ്റ്റ് ഫോർ ഡിഫോൾട്ട് ഇൻ ഫർണിഷിംഗ് ദ റിട്ടേൺ. അതായത് ഫർണിഷിംഗ് റിട്ടേണിലെ ഇൻട്രസ്റ്റ് ആണ് പറയുന്നത്. സെക്ഷൻ 234A ആണ് ഇത് വരുന്നത്. പ്രൊവിഷൻ പറയുന്നത് ദ അസസി ഷോൾ ബി ലയബിൾ ടു പേ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് 1% ഫോർ എവറി മന്ത് ഓർ പാർട്ട് thereof. അതായത് അസസി എല്ലാ മന്തിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടായിട്ടോ അയാളുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് 1% ആയിരിക്കും. 1% ലയബിളായിരിക്കും എന്നാണ് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് പ്രൊസീജിയേഴ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, where interest is calculated on annual basis, fraction of a month shall be ignored. അതായത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആനുവൽ ബേസിസിലായിരിക്കും. നമുക്കറിയാം റിട്ടേൺ ഓൺ ഫയൽ ചെയ്യുന്നത് നമുക്ക് സബ്മിറ്റ് ചെയ്യുന്നതും ഒരു ആനുവൽ ബേസിലായിരിക്കും. അതായത് കറസ്പോണ്ടൻസ് പ്രീവിയസ് ഇയറിലെ അസസ്മെൻറ്റ് ഇയറിലായിരിക്കും നമ്മൾ റിട്ടേൺ ഓൺ ഫയൽ സബ്മിറ്റ് ചെയ്യാം. അപ്പം ഈ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ആനുവൽ ബേസിസിലായിരിക്കും. ഫ്രാക്ഷൻ ഓഫ് മന്ത് ഷാൾ ബി ഇഗ്നോർഡ്. ഇനി എന്തെങ്കിലും ഫ്രാക്ഷൻസ് വരികയാണെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുന്നതാണ് പറയുന്നത്. And B, where the interest is calculated for every month, any fraction of the month shall be deemed to be a full month. In second one നമ്മൾ പറയുന്നത് എവറി മന്തിൽ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. 1 ഇയറിലെ എല്ലാ മന്തിലും 12 മന്തിലും നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. എനി ഫ്രാക്ഷൻ ഓഫ് എ മന്ത് ഷാൾ ബി ഡീംഡ് ടു ബി എ ഫുൾ മന്ത്. ഇനി എന്തെങ്കിലും ഫ്രാക്ഷൻസ് വരികയാണെങ്കിൽ അത് അടുത്ത മാസം അതല്ല നെക്സ്റ്റ് മന്തിലെ ഫുൾ ആയിട്ടായിരിക്കും ഡീം ചെയ്തിരിക്കുന്നത്. അപ്പം ഫ്രാക്ഷനായിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല, അത് അടുത്ത മാസത്തിലേക്ക് കറസ്പോണ്ട് ആയിട്ട് നമ്മൾ ഡീം ചെയ്യും, ഫുള്ളായിട്ടായിരിക്കും. അപ്പം ഇനി സി ദ എമൗണ്ട് ഓഫ് ദ ടാക്സ്, പെനാൽറ്റി or other sum the respect of which such interest to be calculated shall be rounded off the nearest multiple of 100 rupees, and for this purpose any fraction of 100 rupees shall be ignored. നമ്മൾ അടയ്ക്കുന്ന പേയ്മെൻറ്റ്, അതായത് ടാക്സ് അടയ്ക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ പെനാൾട്ടി, അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അത് റൗണ്ട് ഓഫ് ചെയ്യുന്നത് ഏത് ബേസിലാണെന്ന് വെച്ചാൽ നിയറസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 100. നമ്മൾ 100ൻ്റെ നിയറസ്റ്റ് മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഏതാണോ ഡിജിറ്റ് എന്ന് പറയുന്നത് അതിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും. അതായത് 100 റുപ്പീസിൻ്റെ നിയറസ്റ്റ് ആയിട്ട് വരുന്ന ഏത് ഡിജിറ്റാണോ വരുന്നത് അതിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും. ആൻഡ് ഫോർ ദീസ് പർപ്പസ്, അതായത് ഇതെന്താണെന്ന് വെച്ചാൽ ഫ്രാക്ഷൻ ഓഫ് 100 റുപ്പീസ് ഷാൾ ബി ഇഗ്നോർ. ഈ 100 റുപ്പീസിൻ്റെ ഫ്രാക്ഷൻ ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിയറസ്റ്റ് 100 റുപ്പീസിലെ ഒരു ഏതെങ്കിലും ഡിജിറ്റിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ആണ് 6 ഒബ്ലിഗേഷൻസും പറയുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഡ്യൂ ഡേറ്റ്സ് ആണ് പറയുന്നത്. ഏതൊക്കെ ഡ്യൂ ഡേറ്റ്സ് ആയിരിക്കും, ഏതൊക്കെ പിന്നെ മാനേഴ്സ്, കമ്പനി, ഇൻഡിവിജ്വൽ, HUF, അങ്ങനത്തെ പാർട്ടി, അങ്ങനത്തെ ഡ്യൂ ഡേറ്റ്സ് ആണ് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ ഫോംസ് ആണ് പറയുന്നത്. അത് ITR 1, 2, 3, 4, 5 അങ്ങനെ കുറേ ഫോംസ് പറഞ്ഞു. പിന്നെ പറഞ്ഞത് മോഡ്സ് ഓഫ് സബ്മിഷൻ ഓഫ് റിട്ടേൺ, അതായത് പേപ്പർ ഫോമിലാണോ ഇലക്ട്രോണിക്കൽ ബേസിസിലാണോ സബ്മിറ്റ് ചെയ്യുന്നത്, നമ്മൾ ഫയൽ റിട്ടേൺ ചെയ്യുമ്പോൾ ഏത് ഫോമിലാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്ന് പറയുന്നത്. ഫോർത്ത് വൺ പറയുന്നത് വെരിഫിക്കേഷൻ റിട്ടേൺ, ഏത് പേഴ്സൺസിനായിരിക്കും വെരിഫൈ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഫോർത്ത് വണ്ണിൽ പറയുന്നത്. ഇനി ഫിഫ്ത്ത് വണ്ണ് പറയുന്നത് ഫയലിംഗ് റിട്ടേൺ ഇൻ ഇലക്ട്രോണിക് ഫോം സെറ്റ്. ഇലക്ട്രോണിക് ഫോം സെറ്റ് ചെയ്യുമ്പോൾ അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ഫയൽ ചെയ്യേണ്ടിരുന്നതെന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞത് സിക്സ്ത് വൺ ഇൻട്രസ്റ്റ് ഫോർ റിവോൾട്ട് ഇൻ ഫേർണിഷിംഗ് ദ റിട്ടേൺ. അതിൽ ഒരു 1% എവറി മന്തിൽ നമ്മൾ ആ അസസിക്ക് ലയബിളായിരിക്കും. അപ്പം എല്ലാ മന്തിലും ഈ 1% നമ്മൾ ഇൻട്രസ്റ്റ് ലയബിളായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആനുവൽ ബേസിസിലായിരിക്കും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആനുവൽ ബേസിസിൽ എവറി മന്ത് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഒബ്ലിഗേഷൻസ് വരുന്ന കാറ്റഗറീസിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ മാൻഡേറ്ററി ഫയലിംഗ് ഓഫ് IT റിട്ടേൺസ്. നമ്മൾ റിട്ടേൺസ് ഫയൽ റിട്ടേൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് ഫോമിൽ ഫയൽ റിട്ടേൺ ചെയ്യുമ്പോൾ കുറച്ച് മാൻഡേറ്ററി ആയിട്ട് കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇഫ് ദ ഗ്രോസ് ടോട്ടൽ ഓഫ് ഇൻകം
before allowing deductions under section 18C to 18U exceed the basic exemption limit of 2.5 lakh or 3 lakh or 5 lakh. അതായത് 18C 18U സെക്ഷനിലെ അതിന് മുന്നേ നമ്മൾ പറഞ്ഞ അതിന് മുന്നേ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ 18C 18Uവിൽ ബിഫോർ ഡിഡക്ഷൻസിൽ എക്സീഡ് ചെയ്യുന്നത് ബേസിക് എക്സംഷൻ ലിമിറ്റ് 2.5 ലാക്കും ഓർ 3 ലാക്ക് 5 ലാക്കാണ് പറയുന്നത്. അപ്പം ബേസിക് എക്സംഷൻ ലിമിറ്റ് 18C 18Uവിൽ അണ്ടർ സെക്ഷനിൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം അതിൻ്റെ എക്സീഡ് ചെയ്യും 2.5 ലാക്ക് 3 ലാക്കിൽ എക്സീഡ് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. അപ്പം സെക്കൻഡ് വൺ പറയുന്നത് ഇഫ് യു ഹോൾഡ് ആൻ അസറ്റ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, നമ്മുടെ അസറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ പുറത്താണെങ്കിൽ, ഇഫ് യു ആർ ബെനഫിഷ്യറി ഓഫ് ആൻ അസറ്റ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, നമ്മുടെ അസറ്റ് ഇന്ത്യയുടെ പുറത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, അതിന് നമുക്ക് ബെനഫിഷ്യറി ഉണ്ടെങ്കിൽ അതിന് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എന്തായാലും മാൻഡേറ്ററി ആണ്. അപ്പം മുകളിൽ പറഞ്ഞതും ഗ്രോസ് ടോട്ടൽ ഇൻകം ബിഫോർ അലോയിങ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C 80U എക്സീഡ് ദ ബേസിക് എക്സംഷൻ ലിമിറ്റ് 2.5, അവർക്കൊക്കെ 2.5 ലാക്കും 3 ലാക്കിലും 5 ലാക്കിലും എക്സംഷൻ ലിമിറ്റ് എക്സീഡ് ചെയ്യുന്നവർക്ക് ബിഫോർ അലോയിങ് ഡിഡക്ഷൻ്റെ മുന്നേ അപ്പോൾ അവരുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം IT റിട്ടേൺസ് ഫയൽ ചെയ്യാൻ മാൻഡേറ്ററി ആണെന്നാണ് പറയുന്നത്. ദെൻ തേർഡ് വൺ, ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് LTR for assessment year 2020-21 31/7/2019. അതായത് ഇവിടെ പറയുന്നത് ഫയൽ റിട്ടേൺ ചെയ്യുന്ന ഡ്യൂ ഡേറ്റ് ആണ്. അപ്പോൾ അസസ്മെൻറ്റ് ഇയറിൽ നമ്മൾ പറയാം 2020-21, അതിൽ തന്നെ 31/7/2020, 6 monthsൻ്റെ ഒരു ഗ്യാപ്പാണ് പറയുന്നത്. അപ്പം അതൊക്കെയാണ് മാൻഡേറ്ററി ഫയലിംഗ് ഓഫ് IT റിട്ടേൺസിൽ പറയുന്നത്. അപ്പോൾ 3 കാര്യത്തിൽ നമ്മൾ എന്തായാലും IT ഫയലിംഗ് റിട്ടേൺ ചെയ്യുന്നത് മാൻഡേറ്ററി ആണെന്നാണ് പറയുന്നത്, നിർബന്ധമാണെന്നാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 23(4)(f) ഫീ ഫൈൻ ഫോർ ലേറ്റ് ഫയലിംഗ് ഓഫ് ITR. ഇന്ന് നമ്മൾ ഫയൽ സബ്മിറ്റ് ചെയ്യുന്നത് ലേറ്റായിട്ടാണെങ്കിൽ അതിന് കുറച്ച് ഫീ ഫൈൻസ് കാര്യങ്ങൾ പെനാൽറ്റി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് സെക്ഷൻ 234(f)ലാണ് പറയുന്നത്. അതെന്താണെന്ന് നോക്കാം. എ പേഴ്സൺ ഹാസ് ടു മാൻഡേറ്ററി കനോട്ട് ബി വൈവഡ് ബൈ LT ഡിപ്പാർട്ട്മെൻറ്റ് ബൈ ലേറ്റ് ഫീസ് he filed the return after the due date. It automatically applies after the due date. അതായത് അയാൾ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള കുറച്ച് ഡിലേ ആയാൽ അയാൾക്ക് എന്തായാലും ഫീ പേ ചെയ്യേണ്ടി വരും, ഫൈൻ പേ ചെയ്യേണ്ടി വരും. ഡ്യൂ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഫയൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദിസ് ഓട്ടോമാറ്റിക്കലി അപ്ലൈസ് ആഫ്റ്റർ ദ ഡ്യൂ ഡേറ്റ്. അത് നമ്മൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി അത് അപ്ലൈ ആയിക്കോളും എന്നാണ് പറയുന്നത്. ഫൈൻ കാര്യങ്ങൾ അപ്ലൈ ആയിക്കോളും എന്നാണ് പറയുന്നത്. ഇനി ഫീ റേറ്റ് അണ്ടർ സെക്ഷൻ 2003(4)(f) ഫോർ അസസ്മെൻറ്റ് ഇയർ 2020-21 ഫീ നമ്മൾ ലേറ്റ് ആയാൽ, അതായത് ഡ്യൂ ഡേറ്റിന് ആഫ്റ്റർ ഡ്യൂ ഡേറ്റിന് ശേഷം നമ്മൾ റിട്ടേൺ ഫയൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫീ കാര്യങ്ങൾ സ്ട്രക്ചറൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഇൻകം ഓൺ ബിഫോർ 31/12/2020 ആഫ്റ്റർ 31/12/2020 എന്ന കോളത്തിൽ ടോട്ടൽ ഇൻകം മോർ ദാൻ ₹5 lakh ആൻഡ് 5 lakhൽ കൂടുതലാണെങ്കിൽ ഓൺ ബിഫോർ 31/12/2020 ആണെങ്കിൽ 5,000 ഫീ വരും. ആഫ്റ്റർ 31/12/2020 ആണെങ്കിൽ 10,000 ആണ് വരുന്നത്. അപ്പോൾ അത്രയും ഡിഫറൻസ് ഉണ്ടാവും. ഇനി സെക്കൻഡ് വൺ അറിയുന്നത് ₹5 lakh ഓർ ലെസ് ദാൻ 5 lakh, 5 lakh ആണോ അതേ അതിൽ താഴെ ആണെങ്കിൽ ഓൺ ബിഫോർ 31/12/2020 ആണെങ്കിൽ 1,000ഉം ആഫ്റ്റർ 31/12/2020 സെയിം 1,000 ആയിരിക്കും ഫൈൻ വരിക. ഇത് താഴെ കുറച്ച് ഹാഷ്ടാഗ് കൊടുത്തത് അപ്ലൈ ഓൺ ഓൾ ദ പേഴ്സൺസ് ഇൻഡിവിജ്വൽ HUF ഫേംസ് കമ്പനി OP, അതായത് ഇതെല്ലാവർക്കും ബാധകമാണ്. ക്യാൻ ബി പെയ്ഡ് ത്രൂ ചെലാൻ നമ്പർ, അതായത്
ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, ഫൈൻ അടക്കാൻ പറ്റുന്നത് ചെലാൻ നമ്പറൊക്കെ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് വഴി അതിൻ്റെ ഹെഡ് വഴി ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ബോത്ത് സെക്ഷൻ 234A ആൻഡ് 234F will be applicable in the case of delay in filing return if your tax are unpaid. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ ഈ സെക്ഷനൊക്കെ ഇത് 234Aയും Fഉം ആപ്ലിക്കബിൾ ആവുന്നത് ഇൻ കേസ് ഓഫ് ഡിലേ ഇൻ ഫയലിംഗ് റിട്ടേൺ. റിട്ടേൺ ഡിലേ ആവുകയോ അല്ലെങ്കിൽ ടാക്സ് അൺപെയ്ഡ് ആവുകയോ ചെയ്യുമ്പോഴാണ് ഈ 2 സെക്ഷനും ആപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇമ്പോർട്ടൻറ്റ് ഫോംസ് ആണ് പറയുന്നത്. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫോംസ് എന്ന് വെച്ചാൽ ഈ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കുറച്ച് ഫോംസ് ആണ് പറയുന്നത്. അത് കുറച്ച് പ്രൊസീജിയർ പ്രൊവിഷൻസ് പോലെ പറയുന്നുണ്ട്. ഫസ്റ്റ് ഫോം 10A ആണ്. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റ്. അതായത് ഈ ഫോം 10A പറയുന്നത് ചാരിറ്റബിൾ ട്രസ്റ്റോ റിലീജിയസ് ട്രസ്റ്റിലോ ആണ് ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഫോം 10B പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ട് ഓർ ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റ്. ഏതെങ്കിലും ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെയോ ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റിനെയാണ് ഫോം 10B എന്ന് പറയുന്നത് സബ്മിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കറസ്പോണ്ടായിട്ടുള്ള ഫോംസ് ആണ്, ഓരോന്നിനും ഓരോ ഫോംസ് ആയിരിക്കും. അപ്പോൾ ഫോം 15CA വരുന്നത് ഇൻഫർമേഷൻ ടു ബി ഫർണിഷ്ഡ് ഫോർ പേയ്മെൻറ്റ്സ് ടു ആൻ നോൺ റെസിഡൻറ്റ് നോൺ ബീയിങ് എ കമ്പനി ഓർ ടു എ ഫോറിൻ കമ്പനി. അതായത് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ റെസിഡൻറ്റ് അല്ലെങ്കിലോ അല്ലെങ്കിൽ നോട്ട് ബീയിങ് എ കമ്പനി അല്ലെങ്കിലോ ടു ആൻ ഫോറിൻ കമ്പനി, ഏതെങ്കിലും ഫോറിൻ കമ്പനിക്കോ അതാണ് ഈ ഇൻഫർമേഷൻ, അതായത് ഫോം 15CA ബാധകമാകുന്നത്. ഫോം 15G വരുന്നത് ഡിക്ലറേഷൻ ടു ബി മെയ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ക്ലൈമിങ് സർട്ടൻ റിസിപ്റ്റ്സ് വിത്തൗട്ട് ഡിഡക്ഷൻ ഓഫ് ടാക്സ്. അതായത് സർട്ടൻ ഇൻഡിവിജ്വലിനെ അയാളുടെ ഡിക്ലറേഷൻ മെയ്ഡ് ചെയ്യും വിതൗട്ട് ഡിഡക്ഷൻ ഓഫ് ടാക്സ്. അയാളുടെ ടാക്സൊന്നും ഒരു ഡിഡക്ഷനും ഉണ്ടാവില്ല. അങ്ങനത്തെവർക്ക് ഫോം 15G ഇനി ഫോം 15H ഡിക്ലറേഷൻ ടു ബി മെയ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ who is of the age of 16 years or more claiming certain receipts without deduction of tax. അതായത് ഡിക്ലറേഷൻ മെയ്ഡ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ, അതായത് അയാൾക്ക് ഏജ് 16 years or more, 60 വയസ്സിന് കൂടുതലോ 60 വയസ്സോ അല്ലെങ്കിൽ 60 വയസ്സിന് കൂടുതലോ ഉള്ള ആൾക്ക് ഡിക്ലറേഷൻ മെയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പം ക്ലെയിമിങ് സർട്ടൻ കുറച്ച് റെസിപ്റ്റ് ക്ലെയിം ചെയ്ത് വിത്തൗട്ട് ഡിഡക്ഷൻ ഓഫ് ടാക്സ്. അയാൾക്കും ടാക്സിലൊന്നും ഡിഡക്ഷൻ ഉണ്ടാവില്ല, പക്ഷെ അയാൾക്ക് ഫോം 15H റിട്ടേൺ ഫയലിൻ്റെ ഫോം ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് അപ്ലിക്കേഷൻ ഓഫ് ഫയലിംഗ് റിട്ടേൺസിൽ വരുന്നത്. അപ്പം താങ്ക് യു.